ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പാചകക്കുറിപ്പൊന്നുമായിട്ടല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്കിവിടെ ചുറ്റും കാണുന്ന ഓരോരോ പ്രവണതയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഇടയായിട്ട് നമ്മൾ കാണാറുണ്ട്. 2 വർഷം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ തമ്മിൽ അടിപിടി കഴിഞ്ഞിട്ട് ഒരു കുട്ടി മരണപ്പെടുന്നത്. പിന്നെ ഇപ്പം അടുത്ത് നമ്മൾ വയനാട്ടിൽ ഇതുപോലെ തന്നെ കുട്ടികൾ തമ്മിൽ അടിപിടിയാവുന്നതും അടിച്ച കുട്ടീനെ പിടിക്കുന്നതൊക്കെ കണ്ടു. നമ്മൾ ഇപ്പോൾ പല റീൽസിലും പലതിലായിട്ട് ഇത്തരം സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നമ്മളുടെ മക്കളെ പോലെയുള്ള കുട്ടികൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരാളെ അടിച്ച് വേദനിപ്പിക്കാൻ പറ്റുക? നമുക്ക് സ്വാഭാവികമായിട്ട് അത്രയേറെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറ്റുക എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അങ്ങനെയൊക്കെ ആയിരിക്കണം കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു വേദനയില്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം? അത് നമ്മൾ കുട്ടികൾ മാത്രമല്ല, കുട്ടികളുടെ കയ്യിലേക്ക് ഫോണ് കടന്നു വരിക, ഒരുപാട് കോണ്ടാക്റ്റുകൾ, നമ്മളറിയാത്ത, നമ്മൾ കൊടുക്കാത്ത ഒരുപാട് കോണ്ടാക്റ്റുകൾ അവരിലേക്ക് എത്തിപ്പെടുക, ഇതൊക്കെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മളെപ്പോഴും അവർക്ക് പ്രൈവസി കൊടുക്കണമെങ്കിലും ഒരിക്കലും സീക്രസി കൊടുക്കരുത്. അവരെ പ്രൈവസീനെ മാനിക്കണം. പക്ഷെ എപ്പോഴും നമുക്ക് കണ്ടെത്താവുന്ന ദൂരത്ത് അവർ സേഫാണ് ആയിരിക്കണം. അത് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും, സ്കൂളിൽ നിന്ന് അധ്യാപകർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു മുൻവിധിയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ മക്കളെ ചീത്തയാവില്ല. നമ്മളെ മക്കളാണ് അവരങ്ങനെ വഴി തെറ്റുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിശ്രമിക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരവസ്ഥയെ എങ്ങനെ അതിജീവിച്ചു പോകാൻ പറ്റും? അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്നേഹം തിയോമാറ്റിക് പ്രോജക്റ്റ്, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വാസുകി മാമിൻ്റെ പ്രത്യേക നേതൃത്വത്തിൽ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൽ നോ സ്കോൾഡിങ്, പ്രൈസിങ്, താങ്കിങ്. അപ്പോൾ അവർ വഴക്ക് പറയാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നന്ദിയുള്ളവരാക്കുക, പരസ്പരം കുട്ടികളായിട്ട് ആരോഗ്യകരമായ ബന്ധം ഉണ്ടാവുക, പിന്നെ സഹജീവി സ്നേഹം ഉണ്ടാക്കുക, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മുതിർന്നവരെ ബഹുമാനിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിലെ കുട്ടികളൊക്കെ മുതിർന്നവരെ കണ്ടാലൊന്നും അധികം ഫേസ് ചെയ്യാതെയും സംസാരിക്കാതെ അത്തരം അവസ്ഥകളൊക്കെ അതിജീവിക്കാൻ നമ്മൾ തന്നെ തുടങ്ങണം. അപ്പോൾ അധ്യാപകരായാലും പാരൻസ് ആയാലും അതിനുവേണ്ട ശ്രമം നടത്തുക. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരു സ്നേഹവിരുന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക, അത് ഷെയർ ചെയ്യുക. നമ്മളൊരു ഫുഡ് ഫെസ്റ്റ് പോലെ നടത്തി സ്നേഹവിരുന്ന്. അതുപോലെ കുട്ടികൾ പട്ടം പറപ്പിക്കുക, അവർ മത്സരബുദ്ധിയില്ലാതെ കളിക്കട്ടെ. പിന്നെ ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കുക, അത്തരം കുറേ. പിന്നെ ക്ലാസ്സിൽ സ്നേഹത്തിനെ മുൻനിർത്തിയിട്ടുള്ള സ്കിറ്റുകൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യേണ്ടതിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തന്നെ നമ്മുടെ കുട്ടികളെ നല്ലവരാക്കാൻ പറ്റുള്ളൂ. അവർ കുഞ്ഞുങ്ങളാണെന്നേ, അവർക്ക് മാതൃകയാവേണ്ടത് നമ്മളാണ്. അപ്പോൾ മറ്റ് ലഹരികളുടെ ഉപയോഗമൊക്കെ അവരുടെ കുട്ടിത്തം മാറ്റി അവരെ മറ്റാരോ ആക്കുവാണ്. അവരറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അവരെ കുട്ടികളായി തന്നെ നിലനിർത്തി ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക് പോവുക, ഡിജിറ്റൽ ഉപയോഗം അധികം ഇല്ലാതിരിക്കുക, അതിനൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പം നടന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതൊരു 6 ആഴ്ചയിൽ നിർത്തി പോകണമെന്നല്ല. അത് നമ്മൾ പാരൻസും അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ ഈ നാട് ഇതുവരെ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അതിജീവിച്ച് നല്ലൊരു കേരളം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നു. തീർച്ചയായും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.
సరి ని సా 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 ని సరే రే మామ పాప ని ద బమ పని సరే ని సరి మీద పనిద పమగరి మాగ సని సా